Hi guys, so after a long time, welcome back to this channel. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന റിവ്യൂ പുഷ്പ എന്നുള്ള മൂവിയുടെയാണ്. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ട്രെയിലർ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞിട്ട് പുഷ്പ ഫസ്റ്റ് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചോ, എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ സിനിമ ഇഷ്ടപ്പെടില്ല. കാരണം ഇത് അതിനെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ്. ഈ സിനിമയിൽ ആപ്പാടെ ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളത് ഫഹദ് ഫാസിൽ മാത്രമാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ ഫീലിലങ്ങ് പോകും. സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കും സിനിമ തീരുന്നു. സെക്കൻഡ് ഹാഫ് പാതി കഴിയുമ്പോൾ പിന്നെ സിനിമയിലൊന്നുമില്ല. പിന്നെ സിനിമ ഒരു സീരിയലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്തോന്ന് ഒരു ഓക്കെ ഒരു സിനിമ, അത്രയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രശ്മിക മന്ദാനയൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മോ ഭയങ്കര ക്രിഞ്ചാണ്. ദെൻ ഫ്രണ്ട്സ്, ഇതിൽ കുറച്ച് ഫൈറ്റ് ഉണ്ട്. എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റില്ല. ഇതിലൊരു ഫൈറ്റിലെന്ന് പറഞ്ഞാൽ വാ വെച്ചാണ് ഫൈറ്റ്. മറ്റേതിൽ കൈ കെട്ടിയല്ലേ ഫൈറ്റ്, ഇതിൽ കൈയും കാലും കെട്ടിയിട്ട് വാ വെച്ചാണ് ഫൈറ്റ്. ഇത് കണ്ടിരിക്കണം നമുക്ക് ഇത് ലോജിക്കായി പോകട്ടെ. നമ്മൾ സാധാരണ തെലുങ്ക് സിനിമയെ കണ്ടങ്ങ് ഇരിക്കാം. ബാലയുടെ സിനിമയ്ക്ക് ഇതിനേക്കാളും നമുക്ക് കണ്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ വർഷം കണ്ടതിൽ ഒരു അപരാധം പിടിച്ച സിനിമകളിൽ ഒരു ടോപ്പ് 5 ഇത് എന്തായാലും ഉറപ്പായിട്ട് കാണാം. പിന്നെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ കൈരളി ടി വിയിലുള്ള സോങ്സ് ഇല്ലേ, അതുപോലുള്ള പണ്ടത്തെ അല്ലു അർജുൻ്റെ സോങ്സും ഡാൻസൊക്കെ നമുക്ക് പിന്നെ എത്ര വട്ടം വേണം എടുത്ത് കാണാമെന്നായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ല. അയ്യോ സഹിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അതിൽ ഒരുമാതിരത്തെ ഒരു വൃത്തിയുടെ കുറേ സീൻസ് ഉണ്ട്, എടുത്ത് കളയാൻ തോന്നി. സോ ഇത്രയാണ് എനിക്ക് സിനിമയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ ഒന്ന് കണ്ടു നോക്കാം ഒരു വട്ടം. ഫഹദ് ഫാസിലിൻ്റെ ഒരു ആക്ടിങ് മാത്രം ഇതിൽ പോസിറ്റീവായിട്ട് തോന്നി. ബാക്കിയെല്ലാം വേണമെങ്കിൽ കാണാമെന്നുള്ള രീതിയാണ്. പിന്നെ ഫാമിലി ആയിട്ടൊന്നും ഇത് പോവല്ലേ. നമ്മുടെ വീട്ടുകാരുമായിട്ടൊക്കെ പോയാൽ അവർ നമ്മുടെ കവളമേടയിൽ വെച്ച് അടിക്കും. അങ്ങനത്തെ ഉള്ള സീനുകളാണ് ഇതിലുള്ളത്. സോ ടേക്ക് യുവർ റിസ്ക് ആൻഡ് വാച്ച് ദിസ് മൂവി. ബൈ.